ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മളെ റൂമിൽ വന്നവരും നിന്നവരും പോയവരും എല്ലാവരും കൂടെ 10-14 പേര് ഒരു സ്ഥലത്ത് ബാർബിക്യൂ ചെയ്യാൻ പോവാണ്. അപ്പോൾ വിൻ്റർ ആയി കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു മെയിൻ പരിപാടിയാണ്. ഏതെങ്കിലും ഡെസേർട്ടിലോ അല്ലെങ്കിൽ പാർക്കിലൊക്കെ ബാർബിക്യൂ സ്പോട്ട് ഉണ്ടെങ്കിൽ പോകുന്നു, ബാർബിക്യൂ ചെയ്യുന്നു, അവിടെ ക്യാമ്പ് ചെയ്യുന്നു, പിറ്റേ ദിവസം ഇറങ്ങി വരുന്നു, തിരിച്ചു വരുന്നു. സോ അതിൻ്റെ പരിപാടി ഉണ്ട് ഇന്ന് നൈറ്റ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഷോപ്പ് ചെയ്യാൻ പോവാണ്. കെട്ടുപണി സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോവാണ്. അനുപേട്ടനും കിരണും അങ്ങോട്ട് എത്തും. നമ്മൾ ഷോപ്പ് ചെയ്യാൻ പോകുന്നിടത്തേക്ക് എത്തും. അവർ അബുദാബിയിലാണുള്ളത്. സോ ഇനി അവിടെ പോയി സാധനങ്ങളൊക്കെ മേടിച്ച് സെറ്റ് ചെയ്യണം. നമ്മളെ എന്തൊക്കെയാ ചിക്കൻ ചുടണം ഗൈസ്, ചിക്കൻ ചുടണം. ഇതാണ് നമ്മൾ ഇന്നത്തെ പ്ലാൻ. സോ നമുക്ക് അങ്ങോട്ട് പോവാം. ഇതാണ് ഗൈസ് ഗ്ലൂക്കോസ് പൊടി. ഈ ഗ്ലൂക്കോസ് പൊടിയിൽ 80 മധുരമുണ്ട്. തക്കാളി കേട്ടോ, തക്കാളിക്കൊന്നും പണ്ടത്തെ ഒരു ലുക്ക് പോരാ. ഉപ്പ് മസാല കാര്യങ്ങളൊക്കെ പിന്നെ ഒരു ട്രൈ മുട്ട വാങ്ങിയാലാണ് ഇത്രയും പ്ലാൻ ചെയ്യുന്നത്. ഇവിടെ ഫുൾ പരിപാടി നടത്താൻ ഇത്ര പ്ലാനിങ് ഇല്ല. പിന്നെ പെപ്സി എടുക്കും. പെപ്സിൻ്റെ 3 പാക്ക് ഉണ്ടാവും. ഉണ്ടാവും 3 പാക്കോ ഈ സാധനം സെഗ്രിഗേറ്റ് ചെയ്യും. ഇതുണ്ടല്ലോ ഇതിന്റെ മറ്റേ സുന എല്ലാം തൂക്കിട്ട് ഇത് വേണോ, ഇത് മേടിക്കണോ ഒരു കാലം? ഏത്? അപ്പോൾ ഗൈസ്, നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞു. എന്താല്ലേ, ഒരു ദിവസത്തെ പരിപാടിക്ക് ഒരു മാസത്തേക്കുള്ള സാധനം മേടിച്ചിട്ടുണ്ട്. 10,000 രൂപയുടെ മേലെ സാധനം, 11,000 രൂപയുടെ മേലെ സാധനം. നീ വാങ്ങാനുണ്ട്. ലുലുവിലേക്കാണ് പോകുന്നത്. 568 വ്ളോഗിൽ വരുന്നത് കണക്ക് പറയല്ലേ. കണക്ക് പറയണം. നമ്മൾ അധ്വാനത്തിന് കണക്കില്ല, എന്റെ സ്നേഹത്തിന് കണക്കില്ല. വേറെ എന്തിനാ കണക്ക്? 14,000 രൂപ. 14,000. പക്ഷെ 15 ആളുണ്ട്. 1,000 രൂപ വെച്ച് 1,000 രൂപ. വീട്ടിൽ ചിക്കൻ കഴിക്കുന്നുണ്ട്, ഇവിടെ ഉള്ളി അരിയുന്നുണ്ട്. ഞാൻ എൻ്റെ സിഗ്നേച്ചർ ഡിഷായ ബർഗർ ആടാ ആണേ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഫ്രെയിം പൊക്കിയും താത്തിയും കളിക്കാം. ഞാനുണ്ട് വല്ലഭായി, താങ്ക തോപ്പി, മാഫിയ ശശി. ലൈവ് പോകൊണ്ടിരിക്കട്ടോ. കണ്ണ് വെക്കില്ലേ? പേടിയില്ലല്ലോ, എനിക്കിന്നെ ഭയമില്ലല്ലോ. നമുക്ക് ഒറ്റ മൈൻഡാണല്ലോ. ഒറ്റ മൈൻഡാ, ഒറ്റ പൂരി, ഒറ്റ മൈൻഡ്. അതുകൊണ്ടൊരു പൂതി. അതുകൊണ്ടൊരു പൂതി. ഓടിക്കൊണ്ടിരിക്കണോ എന്ത് സാധനം? ഇനി എപ്പോഴും ഓൾവേസ് ഓണായിരിക്കും. പുള്ളി പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ കുറച്ചേരം റെസ്റ്റ് എടുക്കണം. പണി അത് കേൾപ്പിക്കാൻ വേണ്ടി പറഞ്ഞാൽ എനിക്കറിയാം. അങ്ങനെ പറഞ്ഞു. അതാ പിന്നെ ഇത് കട്ട് ചെയ്യൂല. ഞാൻ കട്ട് ചെയ്യൂല. ഞാൻ മറ്റേ വണ്ടിയുടെ പുറകുവശത്ത് 2 മറ്റേ സീറ്റും മറിച്ചിടും. എന്നിട്ട് കിടക്കും. എന്നിട്ടുണ്ടല്ലോ, നമ്മൾ അതിനകത്ത് മറ്റേ കുളിട്ടൊക്കെ ഇട്ടിട്ട് അതിനകത്ത് കിടക്കും. അപ്പൊ അധികം തണുപ്പടിക്കില്ല. ടെന്റില്ല. ടെന്റ് ഇവിടെ ഉണ്ടാകും. ഈ വണ്ടിയുടെ ആ സ്ഥാനത്ത് നല്ല വീതി ഉണ്ടോ? ആ ബെഞ്ചിന് നല്ല വീതിയുണ്ട്. ആ ബെഞ്ചിന്റെ വീതി അല്ല ഇവിടുത്തെ പ്രശ്നം. 5.5 അടിക്ക് മുകളിലോട്ടുള്ളവരൊന്നും കൊള്ളില്ല. ആണോ? ഞാൻ 5 കറക്റ്റ് 5. ഇല്ല, നിനക്കവിടെ ആൾക്കാരുണ്ട്. KP ഉണ്ട്. ഇയാളാണ് മൂപ്പരമേ. പിന്നെ മറ്റേ എന്റെ പേര് അല്ല, വേറെ നമ്മളെ രൂപക്ക്. രൂപക്കങ്ങളല്ല, അളിയനളിയ. നിങ്ങൾ പിറക്കാതെ പോയ അളിയനല്ലോ.
അയ്യാ നാളെ ലൈവ് പോയിക്കൊണ്ടിരിക്കുക, റെക്കോർഡിംഗ് ആണ്. ഒരു പാട്ടം കുടിച്ചാൽ നമുക്ക് ഏതാ കുടിക്കാം? മഞ്ഞക്കിളിയുടെ മോളിപ്പാട്ടുണ്ട് പാട്. ഈ സാധനം അനുസരിച്ച് കഴിവ് വന്നു വേണ്ട, നേരെ തന്നെ ആവും. ആ ഇത് കഴുകിയ ഒരാളുണ്ട്. ഇത് മിക്സ് ചെയ്ത് മുന്നേ കഴിക്കൂടെ? എന്തിനാ കഴിയുന്നേ? ഇത് പോകൂലേ? മയോഗ്ലോബിനെ കൂടെ പോകൂലേ? ഇതുപോലത്തെ കീമോ കഴിച്ചിട്ടാണ് നിങ്ങളേതെങ്കിലും പാകിസ്ഥാനികളൊന്നും കഴിച്ചില്ല. ഇത് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. വേറൊരു രാജ്യക്കാരെ കുറ്റം പറയുന്നത് അല്ലേ? ഒട്ടക്കടയിൽ കഴിച്ചത് ഉദ്ദേശിച്ചേ. പാകിസ്ഥാൻ എന്നുള്ള ജീവനാണ്. പാകിസ്ഥാനിൽ ഇരിക്കലായിരുന്നു. നമുക്ക് നല്ല മനുഷ്യനാണ്. പാകിസ്ഥാനിക്ക് നല്ല മനുഷ്യരാണ്. മലയാളികളെ പോലെയല്ല, മലയാളികളെക്കാളും ബെറ്റർ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ബർഗറിനുള്ള പാക്ക് ഉണ്ടാക്കുകയാണ്. സോ ദിസ് ഇസ് 80-20 പാക്ക്. ഓക്കെ, 80% മീറ്റും 20% ഫാറ്റും. നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചാൽ കിട്ടും, അല്ലെങ്കിൽ അവരെന്തെങ്കിലും കുത്തി ഇതാക്കി തരും. ഒരു 85 to 90 ഗ്രാംസിൻ്റെ പെർ പാറ്റി. അപ്പോൾ നമ്മളുള്ള ആളനുസരിച്ച് ആളെണ്ണത്തിന് ഉണ്ടാക്കി വെക്കുന്നു. നമ്മൾ സീസൺ ചെയ്യുന്നു, കുറച്ച് നേരം ചില്ലറിൽ വെക്കുന്നു. ഓക്കെ, എന്നിട്ട് നമ്മളിത് ഫ്ലെയിം ഗ്രിൽ ചെയ്യുന്നു. നമ്മൾ ബർഗർ ഉണ്ടാക്കുന്ന നേരം ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം, വി ഓൺലി യൂസ് ബ്രിയോഷ് പാൻ ആൻഡ് ചെഡർ ചീസ്. എന്തെങ്കിലും പറ. അറിയത്തില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ കേൾക്കില്ലേ? അങ്ങനെ ഞാൻ ലാസ്റ്റ് ടൈം ഉണ്ടാക്കിയ ബർഗർ ഉണ്ടായിരുന്നു. നല്ലത് അല്ലേ? അടിപൊളിയല്ലേ? അതാണ് ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ റൂമിലുള്ള കാര്യങ്ങളൊക്കെ സെറ്റപ്പാക്കി എല്ലാം ലോഡ് ചെയ്ത് ഒരു വണ്ടി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ രണ്ടാമത്തെ വണ്ടിയിൽ ഞാനുണ്ട്, പീറ്ററുണ്ട്, മുർത്തസ. നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. മുർത്തസ എൻ്റെ കൂടെ MBA ഒക്കെ ഉണ്ടായിരുന്നതാണ്. എൻ്റെ ദിൽഷാദിൻ്റെ മുദഫറിൻ്റെ ഒക്കെ ബാച്ചിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ്. ആൻഡ് മുർത്തസ നമ്മളോടുള്ള ഫസ്റ്റ് ക്യാമ്പിംഗ് ട്രിപ്പാണ്. മുർത്തസ, ആർ യു എക്സൈറ്റഡ്? വെരി വെരി എക്സൈറ്റഡ്. അതാണ് ഏത് മൂഡ്? പൊളി മൂഡ്. അത്രേ ഉള്ളൂ. നമ്മളെങ്ങോട്ടാ പോണേ? ഒന്നെങ്കിൽ ഫോൺ അല്ലെങ്കിൽ റെക്കോർഡിങ്. എടാ ഞാനൊരു തിരക്കുള്ള വ്ളോഗറായി പോയില്ലേ? കണ്ടില്ലല്ലോ. കാണൂല. എനിക്കൊക്കെ അതിന് നമ്മളെന്തെങ്കിലും ഇട്ട കാണാൻ താല്പര്യം. നമ്മളൊക്കെ ഇൻസ്റ്റയിലില്ല. ഇൻസ്റ്റയിൽ ഞാൻ അതിന്റെ ഹൈലൈറ്റ്സ് സ്റ്റോറി ഇടലുണ്ടല്ലോ. നീ ആണല്ലോ. നമ്മള് പരിപാടി ഓണാക്കി. നമ്മളെ ടെൻ്റൊക്കെ ഇവിടെ ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. ഒരു 4-5 ടെൻറ്റ് ചുറ്റുമുണ്ട്. കസേരയുണ്ട്. അനുപാട്ടം ഇവിടെ ഉണ്ട്, രാജേട്ടൻ ഇവിടെ ഉണ്ട്, പീറ്റർ അവിടെ ഉണ്ട്. മേശവരിയൊക്കെ വിരിച്ചിട്ടാണ് പരിപാടി. ലാസ്റ്റ് എനിക്കെല്ലാം ഒന്ന് കാണിച്ചിട്ടുണ്ട് പരിപാടി. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ കനൽ ചൂടാക്കാനുള്ള പരിപാടിയാണ്. അനൂപേട്ടനുണ്ട്, അനസുണ്ട്, വിഷ്ണുവയ്യുണ്ട്, മിഥുനുണ്ട്, ഫെബിനുണ്ട്, രാജേഷേട്ടനുണ്ട്, താഞ്ചാത്തോപ്പി ഉണ്ട്. നമ്മൾ ഫുഡ് എടുക്കുന്ന പക്കടുണ്ടോ ബാറ്റിയുടെ
പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തോരുമ നൽകാം. റോഡിനരികാണ് വീടിനടയാളം ചീമക്കൊന്ന പച്ചരിച്ചോറുണ്ട് പച്ച വിചാറുണ്ട്. ഇയാളെ ഞാൻ ഡൈവോഴ്സ് ചെയ്യും. ക്യാമ്പിങ് എങ്ങനെയുണ്ടായിരുന്നു? നല്ല അടിപൊളിയാണ്. അടിപൊളിയാണ്. ഓണസ്റ്റ് അഭിപ്രായം പറ. ഓണസ്റ്റ് അഭിപ്രായമാണ്. ഇത് വീഡിയോയിൽ പതിയോ? വീഡിയോയിൽ പതിയോ, ബ്ലോഗിൽ വരും. അപ്പൊ ഓണസ്റ്റ് അഭിപ്രായം പറഞ്ഞാൽ നിങ്ങളോ? അത് പോകുന്നില്ല. എനിക്ക് ഈക്വലി കോൺട്രിബ്യൂഷന് തോന്നിയിട്ടില്ല. എല്ലാവരും ഈക്വലായിട്ട് വർക്ക് വൈസിലും അല്ലാത്ത രീതിയിലും ടൈമിൽ വരിക, ആ ഒരു കോൺട്രിബ്യൂഷൻ്റെ കുറവും തോന്നി നല്ല പോലെ. ഞാൻ എൻജോയ് ചെയ്യുന്നു. ഞാൻ ഹാപ്പി. നല്ല ഫുഡായിരുന്നു. നല്ലോണം എൻജോയ് ചെയ്തു. ഓക്കെ. പിന്നെ വയറാണ് വയറ് കണ്ടറിയാലോ, നല്ലോണം ഫുഡ് കഴിച്ചിരുന്നു. പറ, മുഖം കാണിക്കടാ. മുഖണ്ട്, മുഖം വരുന്നില്ല. ഇവിടെ ഞാൻ നോക്കുന്നുണ്ട്, കേട്ടില്ലേ? നീ ആടെ നോക്കണ്ട, നീ ഇവിടെ പറഞ്ഞ. ഞാൻ പറയാം, എന്തെന്ന് പറഞ്ഞാല് നല്ല വൈബായിരുന്നു. ഫ്രണ്ട്സിന്റെ കൂടെ ഒരു ഗ്യാതറിംഗ് ആയിരുന്നു. പക്ഷേ അതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അവരവരുടെ പോർഷൻ, ലൈക്ക് ഭയ പറഞ്ഞാൽ ഹാർഡ് വർക്ക്, അതിന്റെ സംഭവങ്ങൾ എല്ലാവരും പ്രോപ്പറായിട്ട് ചെയ്തില്ല. പിന്നെ മാരിനേഷന് ബർഗർ ഫുഡും അടിപൊളിയായിരുന്നു. തീർച്ചയായിട്ടും ബർഗർ സൂപ്പർ ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഫുഡ് വൈസ് എല്ലാം അടിപൊളിയായിരുന്നു. നമ്മുടെ സിസ്റ്റം സെറ്റപ്പ് ആയിരുന്നു. നമ്മുടെ വീഡിയോ അല്ല. ഇനി എനിക്ക് പറയാനുള്ളത്, 4-5 വള്ളി പിടിച്ചതും അടീന്റെ വക്ക് വരെ എത്തിയതും അല്ല, മുഖത്തോക്കി പറയാൻ മേലാത്തതുകൊണ്ടല്ല. അതിന്ന് രാവിലെ മനസ്സിലായിട്ടുണ്ടാവും എല്ലാവർക്കും. പറയാൻ നിങ്ങളെ കിട്ടിയിട്ടില്ല. അത് വ്ളോഗിൽ വരട്ടെ, കുഴപ്പമില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അല്ലേ? അപ്പോൾ മജിയെ ആ കാര്യങ്ങളൊക്കെ ഒരു ശ്രദ്ധ വേണം. അത്ര എനിക്ക് പറയാനുള്ളൂ. ബാക്കി നിങ്ങൾ ഊഹിച്ചു പൂരിപ്പിച്ചോ.